ഹായ് ഹലോ വെൽക്കം ടു റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ELTയിൽ വരുന്ന ബാക്കിയുള്ള ടോപ്പിക്സാണ്. അതിനു മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോക്കുക, ESP ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസസ്. ഇത് പേര് പോലെ തന്നെ ESP എന്ന് പറയുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷണൽ അല്ലെങ്കിൽ അക്കാദമിക് പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ലേൺ ചെയ്യുക. അതാണ് ESP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്പെസിഫിക് ഫീൽഡിന് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസിപ്ലിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ് പ്രൊഫഷൻസി ഡെവലപ്പ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് ഇംഗ്ലീഷ്, മെഡിക്കൽ ഇംഗ്ലീഷ്, എൻജിനീയറിംഗ് ഇംഗ്ലീഷ് ആൻഡ് അക്കാദമിക് ഇംഗ്ലീഷ്, ഇതൊക്കെ ESPയുടെ എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് നോക്കുക, ELL അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണർ. ELL എന്ന് പറയുന്നത് ഒരു പേഴ്സൺ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടോ ഇംഗ്ലീഷ് ലേൺ ചെയ്യാണ്. അപ്പോൾ ആ ഒരു പേഴ്സണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തല്ല, ഇംഗ്ലീഷ് അല്ല. അയാളുടെ ഫസ്റ്റ് ലാംഗ്വേജ് മറ്റെന്തെങ്കിലും ലാംഗ്വേജ് ആയിരിക്കാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ അയാളെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, PPP അതായത് പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ് ലേൺ ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക. ഇതിനെയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ഈ ഒരു പ്രാക്ടീസ് സ്റ്റേജിൽ സ്റ്റുഡൻസിന് ടീച്ചറുടെ ഹെൽപ്പോടെ ഒരു ആക്ടിവിറ്റി കൊടുക്കും. ആ ആക്ടിവിറ്റിയിലൂടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, പുതിയ ആസ്പെക്റ്റ് ഓഫ് ലാംഗ്വേജ് ലേൺ ചെയ്യും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യും. ഇതിനെയാണ് പ്രാക്ടീസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങും വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ടീച്ചർ. അപ്പോൾ ഇതാണ് PPP, പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് TBL അല്ലെങ്കിൽ ടാസ്ക് ബേസ്ഡ് ലേണിംഗ്. TBL എന്ന് പറയുന്നത് നമ്മൾ ഒരു മീനിങ് ടാസ്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിന് കുറച്ച് ടാസ്കുകൾ കൊടുക്കും. ടാസ്കുകളെന്ന് പറയുന്നത് ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾവിങ് എ പ്രോബ്ലം, ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ കൊടുക്കും. അതിലൂടെയാണ് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. ഇത് ട്രഡീഷണൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ട്രഡീഷണൽ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഗ്രാമർ, വൊക്കാബുലറി ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമായിരിക്കും. പക്ഷേ TBLയിൽ വരുന്നത് മീനിങ് ടാസ്കുകളിലൂടെ അത് ആണ് നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. അതിലൂടെ ലേണേഴ്സ് അവരുടെ സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യാനും, അതുപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ അവരുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. അവരുടെ ടാസ്കുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്കാണ് IELTS അതായത് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലർക്കും ഈ ഒരു ടേം ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നോക്കുക എന്താണെന്ന്. IELTS എന്ന് പറയുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രൈമറി ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യും, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. ഓക്കെ, അതിനെയാണ് IELTS എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിൻലി 4 സ്കിൽസാണ് നോക്കുന്നത്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കിൽസ്. ഓക്കെ, ഈ IELTSൻ്റെ സ്കോർ കോമൺലി യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിനും ഇമിഗ്രേഷൻ പർപ്പസിനും അതുപോലെ തന്നെ പ്രൊഫഷണൽ രജിസ്ട്രേഷനൊക്കെയാണ്. നെക്സ്റ്റ് വൺ TOEFL അതായത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്. ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് മെയിൻലി നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മെഷർ ചെയ്യും. അതിനെയാണ്, അങ്ങനെ ഒരു ടെസ്റ്റിനെയാണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റീഡിങ്. അപ്പോൾ ഇതിൻ്റെ സ്കോറ് യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷൻസ് കിട്ടാനും പ്ലേസ്മെൻറ്റ് കിട്ടാനും
അതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ PT, പ്ലേസ്മെൻറ്റ് ടെസ്റ്റ്. പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലേണേഴ്സിൻ്റെ കഴിവുകൾക്കനുസരിച്ച് അവരെ ഓരോ സ്റ്റഡി ഗ്രൂപ്പുകളാക്കി തിരിക്കും. അതിനെയാണ് PT അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ AT, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതെന്ന് പറയുന്നത് ഒരു പേഴ്സണിൻ്റെ എബിലിറ്റി, അതായത് പുതിയ ലാംഗ്വേജ് സ്കിൽസ് അക്യൂർ ചെയ്യാനുള്ള ഒരു പേഴ്സണിൻ്റെ എബിലിറ്റി നമ്മൾ വിലയിരുത്തും. അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ CE. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ലേണേഴ്സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ്സൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഒരു ലേണിംഗ് പീരീഡിൽ നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതിലൂടെ അവരുടെ ലാംഗ്വേജ് സ്കിൽസ്, നോളജ്, എബിലിറ്റീസൊക്കെ നമ്മൾ ആക്സസ് ചെയ്യും. ഇതിനെയാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. So that's all today's topic. Thanks for watching.